and welcome back. So this is the part 4 of our differentiation series. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചു തന്നെ അല്ലേ, 2x. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ എന്താ വരിക? കൺഫ്യൂഷനായോ? കൺഫ്യൂഷൻ അടിക്കണ്ട. നമ്മൾ എക്സ് സ്ക്വയറിന് എങ്ങനെയാണ് ഡെറിവേറ്റ് ചെയ്തത്? 2x എന്നല്ല കൊടുത്തത്, അതുപോലെ 2y എന്ന് കൊടുക്കുക. എന്നിട്ട് dy ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. കാരണം നമ്മൾ വൈനെയാണ് ഡെറിവേറ്റ് ചെയ്യണത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുകൊണ്ടാണ് ഈ dy ബൈ ഡി എക്സ് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ തരാം. ഡി ബൈ ഡി എക്സ് ഓഫ് 3y³ പ്ലസ് 4y ഈക്വൽ ടു എന്താ വരിക? നമുക്ക് ഈ ഡി ബൈ ഡി എക്സിന് രണ്ട് ടേംസിനും കൊടുക്കാം അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് 3y³ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4y എന്നല്ല വരിക. സോ 3y³ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 3x³ ഡെറിവേറ്റ് ചെയ്താൽ എന്താ വരിക? നമ്മൾ നേരത്തെ പറഞ്ഞു, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കെ എക്സ് റേസ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ കെ എൻ എക്സ് റേസ് ടു n-1 അല്ലേ. സോ ഇവിടെ എന്ത് വരും? 9y² അല്ലേ. 3 × 3y² അല്ലേ. അപ്പം 9y² പ്ലസ് dy ബൈ ഡി എക്സ് പ്ലസ് പിന്നെ 4y ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 അല്ലേ. 4 dy ബൈ ഡി എക്സ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ തരാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു വൈ. ഇ റേസ് ടു എക്സിനെ ഡെറിവേറ്റ് ചെയ്ത് എന്താ വരിക? ഇ റേസ് ടു എക്സ് എന്നല്ലേ. സോ ഇതിനെന്ത് കൊടുക്കാം? ഇ റേസ് ടു വൈ dy ബൈ ഡി എക്സ്. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ln y. ലോഗ് എക്സിനെ ഡെറിവേറ്റ് ചെയ്താൽ 1/x. സോ ലോഗ് y ആകുമ്പോൾ 1/y dy ബൈ ഡി എക്സ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് y² എന്താ വരിക? കോസ് എക്സിനെ ഡെറിവേറ്റ് ചെയ്താൽ എന്താ വരിക? മൈനസ് സൈൻ വൈ അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് സൈൻ y². ദെൻ y² ഡെറിവേറ്റീവ് എന്താണ്? 2y ഇൻറ്റു 2y dy ബൈ ഡി എക്സ് അല്ലേ. നമ്മൾ കോസ് x² ആണെന്നുണ്ടെങ്കിൽ എന്താ കൊടുക്കുക? മൈനസ് സൈൻ x² 2x എന്നല്ലേ കൊടുക്കുക. ഇവിടെ നമ്മൾ വൈനെയാണ് ഡെറിവേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുകൊണ്ടാണ് ഈ dy ബൈ ഡി എക്സ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീറ്റിംഗ് y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് അപ്ലൈയിങ് ദ ചെയിൻ റൂൾ. അതായത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, y² നമ്മളെങ്ങനെ ഡെറിവേറ്റ് ചെയ്തത്? വൈനെ എക്സിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തു അല്ലേ, 2x എന്ന് പറഞ്ഞ പോലെ 2y എന്ന് കൊടുത്തു. എന്നിട്ട് dy ബൈ ഡി എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ വൈനെ എക്സിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, എന്നിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോസ് y² എന്താ ചെയ്തത്? നമ്മൾ എക്സിനെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്തിട്ട് dy ബൈ ഡി എക്സ് ഇട്ടെടുത്തു അല്ലേ. അപ്പോൾ x² പ്ലസ് y² ഈക്വൽ ടു 25 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ dy ബൈ ഡി എക്സ് കാണണം. എങ്ങനെയാണ് കാണുന്നത്? രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് x² പ്ലസ് y². ഇനി ഡി ബൈ ഡി എക്സ് എന്ന് എന്തുകൊണ്ടാണ് കൊടുത്തേ? നമുക്ക് കാണേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. അതുകൊണ്ടാണ് ഈ ഡി ബൈ ഡി എക്സ് എന്ന് കൊടുത്തത്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് x² പ്ലസ് y² ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 25. ഓക്കെ, സോ x² ഡെറിവേറ്റ് ചെയ്താൽ എന്താ വരിക? 2x അല്ലേ. ദെൻ y² ഡെറിവേറ്റ് ചെയ്താലോ 2y dy ബൈ ഡി എക്സ് ഈക്വൽ ടു 25 ഡെറിവേറ്റ് ചെയ്താൽ 0 അല്ലേ. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റ് ചെയ്താൽ 0 ആണ് കിട്ടുക. ദെൻ നമുക്ക് എന്താ കാണേണ്ടത്? dy ബൈ ഡി എക്സ്. സോ 2y dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2x എന്ന് പറഞ്ഞ എഴുതി കൂടെ. ഈ 2xനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഉള്ളത് മൈനസ് ആകും. ദെൻ ഇവിടെ ഒരു 2y ഉണ്ടോ? ഈ 2y നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ. അപ്പോൾ എന്താ വരിക? dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2x ബൈ 2y ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. xy പ്ലസ് സൈൻ y ഈക്വൽ ടു എക്സ്. ഫൈൻഡ് dy ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് കാണണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ dy ബൈ ഡി എക്സ് ഓഫ് xy പ്ലസ് സൈൻ y ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഇനി ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. dy ബൈ ഡി എക്സ് ഓഫ് xy പ്ലസ് dy ബൈ ഡി എക്സ് ഓഫ് സൈൻ y ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഓഫ് x.
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് ഇപ്പുറത്തൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ഇതെന്താണ്? പ്രോഡക്റ്റ് അല്ലേ. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യു വി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. ഓർ സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഫസ്റ്റ് എന്താണ്? എക്സ് ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. സോ വൈൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ. സോ അതെങ്ങനെ? ഇനി നമുക്ക് കാണുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് അല്ലേ. സോ സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? കോസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 അല്ലേ. ഇനി നമുക്ക് ഈ ഡി വൈ ബൈ ഡി എക്സിനൊക്കെ ഒരുമിച്ച് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡി വൈ ബൈ ഡി എക്സിനെ പുറത്തെടുത്ത് എഴുതാം. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് കോസ് വൈ. പിന്നെ ഇവിടെ ഒരു വൈ ഉണ്ടല്ലോ, ഈ വൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈക്വൽ ടു 1 മൈനസ് വൈ എന്ന് വരും അല്ലേ. ഈ ഡി വൈ ബൈ ഡി എക്സുള്ള ടേംസ് കണ്ടോ? കോസ് വൈ ഡി വൈ ബൈ ഡി എക്സും അതേപോലെ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും അല്ലേ. ഇതിൽ രണ്ടിലും ഡി വൈ ബൈ ഡി എക്സും നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ബാക്കി എന്താ വരിക? ഇവിടെ ഒരു എക്സും ഉണ്ട്, ഇവിടെ ഒരു കോസ് വൈ ഉണ്ട്. പിന്നെ നമുക്കിവിടെ വൈ ഉണ്ടല്ലോ, ഈ വൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് 1 മൈനസ് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് കോസ് വൈ. ഓക്കെ.